തേടുക, പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം വലിയ മഹത്തായ സ്ഥാനത്തിലെത്തുമ്പോഴാ പിശാച് തെറ്റിക്കുക. നമ്മളെ മേറാജൊക്കെ അവിടെ കിടക്കും, അവിടെ കിടക്കണം. നമ്മൾ പിശാച് വന്നാ അവിടെ നമ്മൾ പിശാചിനെ കണ്ടു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏതൊരു മഹത്വം കിട്ടിയാലും, ഏതൊരു നന്മ കിട്ടിയാലും, ഏതൊരു വലിപ്പം കിട്ടിയാലും, ഫള് കിട്ടിയാലും അവിടെ വരുന്ന വലിയൊരു കേടുണ്ട്, മഹാപാപം, ഉജ്ജുബ്. അതെനിക്ക് കിട്ടിയാലോ, ഒരാളായല്ലോ, അതിനകപ്പെരുമെന്നാ പണ്ടർത്ഥം വെക്കാറുള്ളത്. അത് കിട്ടിയാലോ എന്ന് മതി, രണ്ടരക്കാലത്ത് നിൽക്കില്ല, അൽഹംദുലില്ലാഹ് നിക്കാരം കിട്ടിയാലോ എന്ന്. ആ നിക്കാരം സമയത്തുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആസ്വദിക്കരിക്കാൻ പോയത്. സമയമായിരുന്നു നോക്കുമ്പോൾ 2 മിനിറ്റും കൂടി ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടും കഴിഞ്ഞാൽ മനസ്സിനുണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹില്ലോ എന്ന് തോന്നണേ. പക്ഷെ അള്ളാഹുവിന്റെ റസൂലാണ് പഠിപ്പിച്ചെന്ന അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണല്ലോ. നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്നതും അള്ള പറഞ്ഞതും അസ്തഗ്ഫിറുല്ലാഹ്. അവിടെ അൽഹംദുലില്ലാഹ്ക്ക് സ്ഥാനമല്ല. എന്താണത് അർത്ഥം? ഏത് കർമ്മം കിട്ടിയാലും ആ കർമ്മം കിട്ടി ചെയ്തു എന്ന് മനസ്സിൽ വരുന്നത് തന്നെ വലിയൊരു പാപ. ആ പാപം ഇവിടെ വരാതിരിക്കാൻ അള്ളാഹു പ്രത്യേകം നിർദ്ദേശിക്കുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ചൊല്ലണം, എല്ലാ റക്അത്തിലും ചൊല്ലണം. പിന്നീട് നമ്മൾ ചൊല്ലുന്നത് സ്വർഗത്തിന്റെ ബാക്കി 7 കവാടങ്ങളും തുറക്കാനാണ്. ഒരു കവാടപ്പം തന്നെ തുറന്നു, മഅരിഫത്തിന്റെ ബാബ്, മുഫത്തഹത്തുൽ ലഹുമുൽ അബ്വാബ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ. ഒന്നാമത്തെ കവാടം മഅരിഫത്തിന്റെ ബാബ്. നമ്മൾ ലാ ഇലാഹ ഗൈറുക വഅന മിനൽ മുസ്ലിമീൻ വജ്ജഹ്തു അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചൊല്ലുന്നതോടുകൂടെ അതിൻ്റെ അകത്ത് മഅരിഫത്ത്, അല്ലാഹുവിനെ സംബന്ധിച്ച അറിവുണ്ട്. ഈ അറിവിന്റെ കവാടം തുറന്നാൽ പിന്നെ നമ്മൾ ശുക്രിന്റെ കവാടം, അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ശുക്രിന്റെ കവാടം. അടിയാനെന്ന് പറഞ്ഞാൽ എന്റെ അടിയാൻ എന്നെ സ്മരിച്ചു എന്ന് അള്ളാഹു പ്രതികരിക്കുക. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിക്രിന്റെ കവാടമാണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി, എന്റെ അബ്ദ് എന്നെ സ്തുതിച്ചു. ശുക്റിന്റെ അടിസ്ഥാനമാകുന്നു ഹംദ്. അപ്പൊ ശുക്റിന്റെ കവാടം, സ്വർഗത്തിന്റെ 3ാമത്തെ കവാടം ശുക്റിന്റെ കവാടം. അള്ളാഹുവിന്റെ റഹ്മത്ത്, റബ്ബുൽ ആലമീനായ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അള്ളാഹുവിന്റെ ആ ഭയങ്കരമായ മഹത്വവും അള്ളാഹുവിന്റെ തിരുവിധാനവും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ദിമ്മതും പൊട്ടലും പോകാൻ അള്ളാഹ് തന്നെ കൂട്ടിപ്പഠിപ്പിച്ചതാ റഹ്മാനിർ റഹീം. പരമറഹ്മത്ത് റഹീം എന്നൊക്കെ പറയുമ്പോ അള്ളാഹുവിലേക്ക് റജാ വരുന്നു, റജാഇന്റെ കവാടം. വല്ലാതെ റജാവ് നേറിയാൻ പറ്റൂല. അപ്പൊ ഏത് തോന്നിയാസം കഴിഞ്ഞിട്ട് അള്ള ഓർക്കും, അള്ള കാണിച്ചു, അള്ളഹാനോട് പറയാൻ പറയുന്ന ആ നിലവാരത്തിലേക്ക് എത്തും. ഉദാസീനത അപ്പം വരണം. ജസാഇന്റെ നാളിന്റെ അധികാരി. ജസാഇന്റെ നാള് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ ചേർക്കാൻ വേണ്ടി വിചാരണ ചെയ്യുന്ന, പിടിച്ചു നിർത്തുന്ന, ചോദ്യം ചെയ്യുന്ന, പാളം കടക്കുന്ന ആ നാൾ. ആ നാള് മനസ്സിലെത്തുന്നതോടുകൂടെ ഖൗഫിന്റെ കവാടമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെയും അടിമയെയും രണ്ടും അറിഞ്ഞിട്ട് ഞാൻ നിന്റെ അടിമയാകുന്നു, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കടമപ്പെട്ടവൻ, ഞാൻ നിന്റെ ആശ്രിതനാകുന്നു, നിന്റെ സഹായത്തെ മാത്രം ആശ്രയിക്കാൻ പറ്റിയവൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ഇഖ്ലാസിന്റെ കവാടം തുറക്കുകയാൽ സ്വർഗത്തിന്റെ മറ്റൊരു കവാടം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ബാബു ദുആ 7 കവാടമായി. പിന്നത്തെ കവാടം അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരോടൊപ്പമുള്ള കൂട്ടാൻ. അർറഫീഖൽ അഅ്ലാ വഹസുന ഉലൈക റഫീഖാ. ഏറ്റവും നല്ല കൂട്ടുകാരാരായിരിക്കും, ഏറ്റവും നല്ല മുന്തിയവരാരായിരിക്കും എന്ന നോട്ടം. സ്വർഗത്തിന്റെ എല്ലാ കവാടവും കഴിഞ്ഞാൽ അമ്പിയാക്കളോടുകൂടെ കൂട്ടിലെത്തിക്കുക, സിദ്ദീഖുകളോട് കൂട്ടിലെത്തിക്കുക, എല്ലാവരോടും കൂടെ കൂട്ടിലെത്തിക്കുക. അവരെ കാണാനെങ്കിലും കഴിയുക.
يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. നബിയേ, അങ്ങ് കാണാതെ ജീവിക്കാൻ കഴിയാത്ത എന്റെ ഈ ജീവിതം എനിക്ക് ആഖിറത്തിൽ വെച്ച് എങ്ങനെ നടത്താൻ കഴിയും? അങ്ങേ കാണാതിരിക്കുമോ എന്ന് അല്ലാഹുവിന്റെ നബിയുടെ മുമ്പിൽ അവിടുത്തെ പരിചാരകനായ മൗലയായ ഭൂപാന്തതി അല്ലാഹു അത്ഭുതങ്ങൾ എന്ന് പങ്കടം പറയുമ്പോൾ ഇറങ്ങിയ ആയത്താണല്ലോ. പേടിക്കണ്ട, കാണാം. അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചാൽ നബിമാര് കൂട്ടിനുണ്ട്, സിദ്ദീഖുകൾ കൂട്ടിനുണ്ട്, ശുഹദാവ് കൂട്ടിനുണ്ട്. അവരോടുകൂടെയുള്ള കൂട്ടിലേക്ക് പോകുന്ന കവാടം ബാബുൽ ഇഖ്തിദാ. ആ കവാടമാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് ഫാത്തിഹ നമ്മക്കറിയുന്ന അർത്ഥത്തിലൂടെ ആലോചിച്ചിട്ട് കിട്ടുമ്പോ ആത്മീയമായ രണ്ട് മേറാജും ഇവിടെ നടന്നത്. ദുന്യാവ് ആലമുൽ മുൽക്കിൽ നിന്നും ആലമുൽ ദുന്യാവിൽ നിന്നും ആലമുൽ ആഖിറത്തിൽ നിന്നും കൈവെടിഞ്ഞിട്ടാ നമ്മളെ പോക്ക്. പിന്നെ അവിടെ നിന്നിട്ട് പോയതൊക്കെ ഒഴിവിന്റെ ലോകത്തിലൂടെയാ ആത്മീയമായ മേറാജ്. ഇത് നമ്മുടെ ശാരീരികമായ മേറാജ് നോക്കി ഏറെ വേണ്ട, നമ്മൾ നിൽക്കുക അല്ലാഹുവിന്റെ മുമ്പിൽ. നിൽക്കുന്ന നേരത്തെ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തം എത്രയോ വർഷത്തെ നൃത്തം. ആ നൃത്തമല്ലേ നമ്മളീ നിൽക്കുന്നത്? ആരെ മുമ്പിലാ നമ്മളീ നിൽക്കുന്നത്? ആ നൃത്തം നമ്മളൊന്ന് നോക്കുക. നിന്നിട്ട് പിന്നെ നമ്മൾ ആ ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഞാനിപ്പറഞ്ഞതുപോലെ രണ്ട് വജ്ഹത്തും സുബ്ഹാനകല്ലാഹുമ്മയും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുവിധാനത്തിലെത്തിയിട്ട് പടച്ച തമ്പുരാന്റെ എല്ലാ ദിക്റുകളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലെത്തുമ്പോൾ അവന്റെ വിധാനത്തിലെത്തുന്ന അടിമക്ക് തോന്നുകയാണ് ഇനി അവനൊന്ന് വന്നിക്കണം, ആ തിരുമുമ്പിലൊന്ന് നമിക്കണം. ആ നമിക്കലാണ് റുകൂഅ്. ഒന്ന് കുനിഞ്ഞു നോക്കുക. കുനിഞ്ഞു നോക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞവനെ അല്ലാഹു സ്വീകരിക്കുകയാൽ അവിടെ പോയി സ്തുതിച്ച സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അലീമായ അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അവനെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞപ്പോ ആ ഹംദ് ഞാൻ സ്വീകരിച്ചു. 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 7 പ്രാവശ്യമോ ചുരുങ്ങിയത് 3 പ്രാവശ്യം നമ്മൾ സാധാരണ പോലെ പറയാ. അങ്ങനെ പറഞ്ഞ ഒരാളെ സ്വീകരിച്ചു. തല ഉയർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർത്തുന്നതാണ് രണ്ടാമത്. ഈ ശുക്ർ കൂടി ഓർക്കുമ്പോ ഇത്ര കുനിഞ്ഞാൽ പോരാ, ഇനി സാഷ്ടാംഗം കുനിയണം. നമ്മുടെ 7 അവയവങ്ങൾ കൊണ്ട് നിശ്ചയിക്കപ്പെട്ട സുജൂദ് എന്ന സാങ്കേതിക ഭാഷയിലുള്ള ഏറ്റവും വലിയ വന്ദനം നടത്തണം. ആ വന്ദനമാകുന്നു പിന്നെ നമ്മൾ നടത്തുന്ന പ്രവൃത്തി. ഇവിടെ നമ്മൾ 7 പ്രവൃത്തി വരികയാണ്. ഖിയാമ്, റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്. ആ സുജൂദിന്റെ മഹാത്മ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അലീമല്ല, ആ അലീമിനെ വിട്ട് അത്യുന്നതനായ റബ്ബ്. ഇനി അതിന്റെ നേരെ വിധാനത്തിൽ ഒരാളില്ല, ഒരു ശക്തിയില്ല, ഒരു ശക്തിയുമില്ലാത്ത അത്യുന്നത ശക്തനായ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടുള്ള സുജൂദ് കിട്ടുമ്പോ ഒന്നുകൂടി ചെയ്യാനുള്ള അനുഭൂതിയാ. രണ്ടാമതൊന്നും കൂടി ചെയ്യണമെങ്കിൽ ഇടയിൽ നീക്കണം, അതിനൊന്ന് നീച്ചു കുത്തിരിക്കുക. എന്നിട്ട് രണ്ടാമത് എഴുത്തിലും കഴിഞ്ഞു ആ സുജൂദ്. അക്രമമായ ഒരു അബിഡിയാൻ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭം. റബ്ബ് വന്നിക്കാൻ വേണ്ടി പറഞ്ഞ, നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ, ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ, വന്നപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതിന്റെ പാരമ്യത്തിൽ നടത്തുക. ഇത് സുജൂദാ. സുജൂദിന്റെ അപ്പുറം ഒരു പണിയില്ല. സുജൂദ് നടത്തുന്നതിന് വിട്ടുങ്ങാണ്ട് 8 കൂട്ടിയിട്ടൊക്കെ ഒരു സാഷ്ടാംഗം ചെയ്താൽ നമ്മളെ സുജൂദാണ് പൊളി. അതല്ല കൽപ്പിച്ചതല്ല. ഈ സുജൂദായിട്ട് നിൽക്കണം. ഈ കയ്യ്, കാല്, നെറ്റി, മുഖം, ഇതോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു. ഇത് ആവർത്തിക്കുന്നു. ഇടയിൽ 2 റക്അത്ത് എത്തുമ്പോൾ ഒരു നിസ്കാരത്തിന്റെ ചുരുങ്ങിയ കതിര് വരും. അപ്പൊ ഒരു ചെറിയ അത്തഹിയ്യാത്ത് നമ്മൾ 2 കതിറായ ആയല്ലോ എന്ന് എഴുതിയിട്ട് ആയിഷാബിന്റെ ഒരു ഹദീസ് ഇമാം ബുഖാരി നിവാദനം ചെയ്യുന്നത് 2 റക്അത്ത് വീതാ നിസ്കാരം ആദ്യം ഫർളാക്കിയത്, പിന്നെ ഏറ്റിയതാ. യാത്രക്കാരന്റെ നിസ്കാരന്മാർ 2 തന്നെ ചുരുക്കിയെന്ന്. അത് വെച്ചാൽ നമ്മൾ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ പൊരുൾ കിട്ടും. 2 റക്അത്തായ ഒരു നിസ്കാരമായി. പിന്നെ അവിടെ നിന്ന് നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ മേറാജിന്റെ ഏറ്റവും ഉദാത്ത ഭാവത്തിലാണ്. ആ മേറാജ്
മേറാജിന്റെ ഉദാത്ത ഭാവത്തിലെത്തുമ്പോൾ മേറാജിന്റെ ആ സമയത്ത് അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അല്ലാഹുവിന്റെ തിരുമുമ്പിൽ ഉയർത്തിയ ആ വാക്കുകളാണ് നമ്മൾ ഉരുവിടുന്നത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. വാക്കുകൊണ്ടുള്ള എല്ലാ കാഴ്ചകളും സമൃദ്ധമായ എല്ലാ വാക്കുകൊണ്ടുള്ള എല്ലാ അഭിവാദനങ്ങളും, അസ്വലവാത്ത് കർമ്മങ്ങൾ കൊണ്ടുള്ള എല്ലാ അഭിവാദനങ്ങളും, അത്തയ്യിബാത്ത് മനസ്സുകൊണ്ടും വിചാരം കൊണ്ടുമുള്ള എല്ലാ അഭിവാദനങ്ങളും ലില്ലാഹ് അല്ലാഹുവിനിക്കാണെന്ന് നമ്മൾ അല്ലാഹു തആലാന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ആ വാക്കുച്ചരിക്കുമ്പോഴേക്കും ആ വിധാനത്തിൽ നമ്മൾ ഇതിന് കാരണക്കാരനായ നബിയെ കാണുകയാണ്. കാരണം നബിയാണല്ലോ മേറാജിന്റെ രാവിൽ ഈ വാക്കുച്ചരിച്ചത്. അല്ലാഹുവിന്റെ തിരുവിധാനത്തിലെത്തിയപ്പോൾ എന്താണ് കാഴ്ച അർപ്പിക്കേണ്ടത്? പടച്ചവനെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ഈ നബിക്ക് ഒരു നിമിഷം ആലോചിക്കാൻ അവസരമില്ലാത്ത സമയത്ത് അല്ലാഹു തന്നെ ഇട്ടുകൊടുത്ത വാചകമാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. അത് നബിയിൽ നിന്ന് പകർന്നു കിട്ടിയ ഉമ്മത്ത് നബിയെ കാണാതെ എങ്ങനെ നിസ്കരിക്കാൻ കഴിയും? ഈ വാക്കുച്ചരിക്കുമ്പോൾ തീർച്ചയായും നബി മുന്നിൽ വരും. മുന്നിൽ വന്ന് നബിയെ മനസ്സിൽ നിരൂപിച്ച് തന്റെ മുമ്പിൽ എന്റെ ഹബീബ് നിൽക്കുന്നു, എന്റെ മാധ്യമം നിൽക്കുന്നു. പടച്ചവനിൽ നിന്ന് എനിക്ക് ഈ വാചകം കൊണ്ടുവന്ന മാധ്യമം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയേ തങ്ങൾക്ക് സലാം. ഇത് നോക്കിങ്ങള് അള്ളാന്റെ ഹദറത്തിൽ പോയിട്ട് അള്ളഹാനോട് തഹയ്യാത്ത് പറഞ്ഞ് മേറാജിന്റെ പാരമ്പര്യത്തിലെത്തുന്ന വാചകം ഉച്ചരിക്കുമ്പോ അവിടെ നബി കടന്നു വരിക. വഹാബിക്ക് ഇത് ശിർക്കേക്കാരം. അള്ളാന്റെ ഒപ്പം വേറെ ആരോ കൂട്ടിച്ചേർത്തു. ഇവിടെ നബി മുന്നിൽ വരുന്നു. അത്തഹിയ്യാത്ത് ചൊല്ലി അള്ളാഹ്ക്ക് അഭിവാദനം അർപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് മുന്നിൽ വരുമ്പോൾ നമ്മൾ നബിനോട് പറയുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നേരം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞ വാചകമുണ്ട്. ആ നബിയുടെ പ്രതികരണം നബി പറയാനില്ലാഞ്ഞിട്ട് നമ്മൾ തന്നെ പറയുന്നു. നബിയുടെ പ്രതികരണം മനസ്സിൽ വെച്ച് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബിന്റെ സലാം അടക്കലാത് എനിക്ക് മാത്രമായല്ല സലാം, നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ സകല അടിയങ്ങൾക്കും അള്ളാഹുവിന്റെ സലാമത്തുണ്ടാവട്ടെ. എല്ലാവർക്കും അള്ളാഹുവിന്റെ സലാമത്തും സിൽമും ഉണ്ടാകട്ടെ. ഇത് നബി തങ്ങളുടെ മറുപടിയാണ്. നബി തങ്ങളുടെ മറുപടിയും കഴിയുമ്പം പടച്ചോനെ അള്ളാഹിനോടും നബിനോടും ഒപ്പം മുനാജാത്ത് നടത്തി നബിയുടെ പ്രതികരണം കേട്ടു, അള്ളാഹുവിന്റെ പ്രതികരണം കേട്ടു. ഈ മേരാജ് നടത്താൻ എനിക്ക് ഇടയാകിയതും ഇട നൽകിയതും എന്താണ്? ആ ഇസ്ലാമല്ലേ, ഒരു ഷഹാദത്ത് കലിമ. അതാണ് നമ്മൾ ഓർത്തുമൊഴിയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കഴിഞ്ഞു തശഹ്ഹുദ്, അത്തഹിയ്യാത്ത് കഴിഞ്ഞു. അത്തഹിയ്യാത്ത് ഈ ഒരൊറ്റ വാചകമല്ലേ നമുക്ക് ഈ സൗഭാഗ്യം മുഴുവൻ നൽകിയത്? അല്ലാഹു മാത്രമാണ് ഇലാഹ്, മുഹമ്മദ് രൂപങ്ങളാണ് എന്നേക്കുമുള്ള എന്നുമുള്ള അല്ലാഹുവിന്റെ തിരുദൂതൻ. ബാക്കിയൊക്കെ താൽക്കാലിക ദൂതന്മാർ. അള്ളാഹുവിന്റെ ഹബീബ് എന്നെന്നുമുള്ള ദൂതർ, നിത്യദൂതരായ നിബിതങ്ങളാണ് ഇനി എന്നെന്നുമെന്ന് നിബിതങ്ങളോടും സലാം പറഞ്ഞ് അഭിവാദനം കഴിഞ്ഞ് മുനാജാത്ത് കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മുൻപിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത്. എന്തു കൊടുക്കും നബിക്ക് എന്ന വിചാരമാണ്. ആ വിചാരം നബിക്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഏറ്റവും വലുത് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് തീർക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്. നബിക്കും നബിയുടെ കുടുംബത്തിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വാചകങ്ങളിൽ ഏറ്റവും പാരമ്പര്യത്തിലുള്ള വാചകം. ഞാൻ അതിന്റെ അപ്പുറമൊന്നുമില്ല. നബിക്ക് പുറത്തു കൊടുക്ക്, നബിന്റെ പദവി ഉയർത്ത്, നബിക്ക് അത് കൊടുക്ക് ഇത് കൊടുക്ക് എന്ന് പറയുന്നതൊക്കെ സ്വല്ലി അലാ മുഹമ്മദ് എന്നതിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഇതൊക്കെ ആരായി നബിയെ കൊണ്ടുവരാൻ ആദ്യം നടത്തിയത്? നബിയെ കൊണ്ടുവരാൻ വേണ്ടി ആദ്യം പരിശ്രമിച്ചത് അനദഅവതു അബൂ ഇബ്രാഹിം. ഞാൻ എന്റെ ബാപ്പ ഇബ്രാഹിം നബിയുടെ ദഅവത്താകുന്നു. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും. ഇവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അയക്കണേ പടച്ചോനെ എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നതിന്റെ ഉത്തരമാകുന്നു ഞാനെന്ന് ശഫീഉനാ റസൂലുള്ളാഹി